ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ലുലു മാളിൽ പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്, കാര്യമായിട്ടില്ല, എന്നാലും ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ലുലു മാളിൽ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് പോയാലോ. ഹലോ ഗേയ്സ്, അങ്ങനെ നമ്മളിതാ വണ്ടിയിൽ കയറി. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ തിരക്കുണ്ടാവില്ല, പക്ഷേ ഈ വീക്കെൻഡ് ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് അധികം തിരക്കുണ്ടാവില്ല എന്നാണ് വിശ്വാസം. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കാരണം നമുക്ക് പാർക്കിങ്ങിന് ഒന്നിനും പറ്റില്ല, നേരെ വീഡിയോ എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇട ദിവസം വന്നത്. ഈ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വേഗം പർച്ചേസിങ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മടിയല്ല. അതുകൊണ്ടാണ് നമ്മൾ തിരക്കില്ലാത്ത ദിവസം നോക്കിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ എന്നെ ഇങ്ങനെ ട്രോളുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഭയങ്കര ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ തോന്നുന്നു കേട്ടോ. ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നരടമെങ്കിലും നമ്മൾ വീഡിയോസ് ഇടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോസേ ഇടാറില്ല. ഇനി ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടണം. കാരണം കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും എല്ലാം ഓക്കെ ആയി സെറ്റായിട്ട് വരണം. നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ തിരക്കില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളും തിരക്കായിരിക്കും. നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ വന്നതിന് ശരിക്കും നമുക്ക് ടൈം പോണതേ അറിയില്ല കേട്ടോ. കാരണം കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ടൈം പോണതേ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് വന്നത് നമുക്ക് കുക്കർ വാങ്ങണം, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഏത് വാങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ നമ്മളിത് ആ കുക്കറൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു കേട്ടോ.
അപ്പം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ടൈം വേണം ട്ടോ. കാരണം ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ കുറേ ടൈം നിൽക്കും. ഇത് വേണോ? ഇത് നല്ലതാണോ? അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് ട്ടോ. അപ്പം അങ്ങനെയുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണേ. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല ട്ടോ. നല്ല ഓപ്പോസിറ്റാണ്. കാരണം പെട്ടെന്ന് വരും, നമുക്കിത് മതി, ഒന്നും നോക്കില്ല, ഇതെടുക്കാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം എടുക്കും ട്ടോ. പക്ഷെ ഞാൻ അത് നല്ലതാണോ? അതെടുത്തിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ പറഞ്ഞിട്ട് കുറേ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യും ട്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് ടൈം വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, കുറച്ച് ടൈം കൊണ്ട് തന്നെ വേഗം പർച്ചേസ് ചെയ്യും കേട്ടോ. ആ ഒരു കഴിവ് ചേട്ടനുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് കുറേ ടൈം വേണം. ഞാൻ ആലോചിച്ച് പിടിച്ച് എടുക്കുമ്പോഴേക്കും തന്നെ ഒരുവിധം ടൈം ആകും. അങ്ങനെ നമ്മളിതാ കുക്കറും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ബാക്കിയുള്ളതും കൂടി കാണാം. അപ്പോൾ ഡ്രസ്സ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് അധികം ടൈം അങ്ങനെ വേണ്ട കേട്ടോ. കാരണം എനിക്ക് അധികം കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ്, ഈ പാത്രങ്ങൾ, ഇങ്ങനത്തെ നമ്മുടെ അടുക്കളയ്ക്കുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ടൈം വേണം കേട്ടോ. കാരണം അത് നല്ലതാണോ അത് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഞാൻ എടുക്കുള്ളൂ. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല കേട്ടോ. ഇത് കുഴപ്പമില്ലല്ലോ, പിന്നെ അതങ്ങനെ എടുത്തു. കാരണം പിന്നെ വേറെ നോക്കില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ടൈം കൊണ്ട് തന്നെ ചേട്ടൻ വേഗം പർച്ചേസിങ് കഴിയും. അതിനുശേഷം ചേട്ടന് കുറച്ച് ടീഷർട്ടും അതുപോലെ ഷർട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോസ് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇതാ ചേട്ടൻ കുറേ ടീഷർട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ ടീഷർട്ടൊക്കെ ചേട്ടൻ എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ നേരെ ചേട്ടൻ പോയത് ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഷർട്ടും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഷർട്ടും ടീഷർട്ടൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത് കേട്ടോ. അതും എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഷർട്ടൊക്കെ കുറേ നോക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ.
പർച്ചേസിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ചേട്ടന് കുറച്ച് ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെ നീ ഒരു ടോപ്പ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പിന്നെ വേഗം ഒരു ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല നല്ല അടിപൊളി ടോപ്പുകൾ സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല സെലക്ഷൻ ഉണ്ട്. പിന്നെ കുറേ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഡ്രസ്സിൻ്റെ സെലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ നേരെ ഹാൻഡ് ബാഗ് നോക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഹാൻഡ് ബാഗ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ലുലുവിൽ അറിയാലോ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളിതാ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ഷാമ്പു ക്രീമും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കി കേട്ടോ. അതിനുശേഷം പിന്നെ വരുന്ന വഴിക്കാണ് ചേട്ടൻ പെർഫ്യൂം കണ്ടത് കേട്ടോ. പെർഫ്യൂം കണ്ടിട്ട് ചേട്ടനൊന്നും മണം നോക്കണം, അല്ലെങ്കിൽ അത് വാങ്ങണം കേട്ടോ. കാരണം പെർഫ്യൂം അത്ര ഇഷ്ടമാണ്. എവിടെ പെർഫ്യൂം കണ്ടാലും റേറ്റ് ഒന്നും നോക്കില്ല കേട്ടോ. നല്ല മണമാണെങ്കിൽ അപ്പം എടുക്കും, അങ്ങനെയാണ് കേട്ടോ. അത്ര പെർഫ്യൂമിന് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഞാൻ അടിക്കും, അങ്ങനെ ഇഷ്ടമില്ലായ്മയല്ല. അപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ ഞാൻ ജസ്റ്റ് പെർഫ്യൂമൊക്കെ അടിക്കും കേട്ടോ, യൂസൊക്കെ ചെയ്യും. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. കാരണം ചില പെർഫ്യൂമൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ വന്നത് മെയിൻ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ മീൻ ചിക്കന് ബീഫ് അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ബീഫ് ഫ്രൈ കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയൊന്നും വാങ്ങിയില്ല, കാരണം വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മൾ റൂമിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ബീഫിൻ്റെ ഫ്രൈ അത് വാങ്ങാമെന്ന് വിചാരിച്ചു, കാരണം റൂമിൽ പോയിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറി സെക്ഷനിലേക്ക് പോകാം കേട്ടോ, കാരണം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം വീഡിയോസ് എടുക്കാനാണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും തിരക്കാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു വീക്കെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഒന്നിനും പറ്റാണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അത്രയും തിരക്കായതുകൊണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് വണ്ടി പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിലൊക്കെ.
lesen and stuff. He's covered that's it. അങ്ങനെ നമ്മുടെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആവും ചെയ്തു കേട്ടോ പർച്ചേസിങ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലോഗ്സിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.